നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ വളരെ സിമ്പിളായ ഒരു സ്റ്റേറ്റ്മെന്റ് എങ്ങനെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യും എന്നുള്ളത് കാണിച്ചിരുന്നു. ഇനി വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൂവ് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ 1 by 1 into 2 plus 1 by 2 into 3 plus 1 by 3 into 4 plus etc. 1 by n into n plus 1 equal to n by n plus 1. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് പി ഓഫ് 1 ആണ്. പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് എന്ന് നമുക്ക് വിചാരിക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരുന്നത് 1 by 1 into 2 എന്ന് പറഞ്ഞാൽ 1 by 2 ആണ്. ഇനി യു ടേക്ക് ദ റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പൊ എന്താണ് n by n plus 1 എന്ന് പറഞ്ഞാൽ 1 by 1 plus 1, അത് 1 by 2 ആണ്. So you can conclude that P1 is true. ഇനി അടുത്തത് assume PK is true. PK true ആണെന്ന് നമ്മൾ assume ചെയ്യാണ്. അപ്പൊ PK എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by 1 into 2 plus 1 by 2 into 3 plus etc. plus 1 by k into k plus 1 equal to k by k plus 1. ഇതാണ് പി കെ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിന് പകരം ഈ എൻ എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എന്നിന് പകരം കെ എന്ന് കൊടുക്കുന്നു. ഇനി അടുത്തത് നമ്മൾ കൺസിഡർ ചെയ്യാണ് ഏതാണ്? ഈ കെ പ്ലസ് 1. ഈ കെ പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പി കെയിൽ ഈ 1 by k into k plus 1 എന്ന് പറയുന്നതാണ് അവസാനത്തെ എലമെന്റ്. അതിന്റെ അടുത്ത എലമെന്റ് ഇവിടെ കൂട്ടുമ്പോൾ ഇപ്പുറത്ത് എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ നമ്മളുടെ ആൻസർ ഷുഡ് ബി എന്താണ്? k plus 1 by k plus 2 എന്നാണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത്. ഈ ആൻസർ ഓൾറെഡി നമ്മുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, അപ്പൊ ഈ k plus 1 എടുക്കാണ്. 1 by 1 into 2 plus 1 by 2 into 3 plus etc. ഈ k എന്ന് പറഞ്ഞാൽ 1 by k into k plus 1 ആണ്. പ്ലസ് അടുത്ത ടേം എന്താണ്? 1 by k plus 1 into k plus 2. ഈ ഇതില് കെക്ക് പകരം k plus 1 കൊടുക്കുക. അപ്പൊ ഇത് k plus 1 ആയി. ഇത് k plus 1 plus 1 എന്ന് പറഞ്ഞാൽ k plus 2. അപ്പൊ ഇവിടം വരെയുള്ള പാർട്ട് എന്ന് പറയുന്നത് k by k plus 1 ആണെന്ന് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ k by k plus 1ന്റെ കൂടെ 1 by k plus 1 into k plus 2 എന്ന് പറയുന്ന ടേം ആഡ് ചെയ്യുന്നു. ഈ ഒരു ടേം നമ്മൾ രണ്ട് സൈഡിലും പി കെയുടെ രണ്ട് സൈഡിലും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പി കെ പ്ലസ് 1 ആയി. ഇനി ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് k plus 1 by k plus 2 എന്നാക്കിയാൽ നമ്മളുടെ ആൻസർ ആയി. അപ്പൊ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് മാത്രം ഇനി ഒന്ന് മാറ്റിയെടുക്കുകയാണ്. k LCM ആയിട്ട് ഞാൻ k plus 1 into k plus 2 എടുക്കുകയാണ്. ഇവിടെ ഓൾറെഡി k plus 1 ഉണ്ട്. അപ്പൊ k into k plus 2 plus 1. അപ്പൊ ഇത് k square plus 2k plus 1 divided by k plus 1 into k plus 2. k square plus 2k plus 1 എന്ന് പറയുന്നത് k plus 1 square ആണ്. by k plus 1 into k plus 2. ഒരു k plus 1 വെട്ടി. So you have k plus 1 divided by k plus 2. So ഇനി ഒന്നുകൂടെ ഒന്ന് റീറൈറ്റ് ചെയ്താൽ k plus 1 divided by k plus 1 plus 1. See, k by k plus 1 എന്ന് പറയുന്നിടത്ത് k plus 1 കൊടുക്കുമ്പോൾ എന്ത് വരും? ആ ഫോമിൽ കിട്ടി. Therefore, p k plus 1 is true. Therefore, it's true for all values of n.
എന്നിന്റെ ഏത് വാല്യൂവിനും ഇത് കറക്റ്റ് ആണ് എന്ന് നമ്മൾ പറയാം. ഓക്കെ. ഇനി വേറൊരു ടൈപ്പ് എക്സാമ്പിൾ എക്സർസൈസിലെ ഒരു പ്രോബ്ലം എടുക്കാം. We have prove by mathematical induction n into n plus 1 into n plus 5 ആണ് is a multiple of 3. n into n plus 1 into n plus 5 is a multiple of 3 എന്നാണ് നമ്മളുടെ സ്റ്റേറ്റ്മെന്റ്. ആദ്യം നമ്മൾ p of 1 എടുക്കുക. 1 into 1 plus 1 into 1 plus 5 എന്ന് പറഞ്ഞാൽ 1 into 2 into 6 ആണ് 12. 12 എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 3ക്ക് ഞാൻ m3 എന്ന് എഴുതാണ്. സോ p1 ഈസ് ട്രൂ. ഓക്കെ. ഇനി assume pk ഈസ് ട്രൂ എന്ന് പറഞ്ഞാൽ k into k plus 1 into k plus 5 is a multiple of 3. ഇതാണ് pk എന്ന് പറയുന്നത്. You consider pk plus 1. pk plus 1 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് kക്ക് പകരം k plus 1 കൊടുക്കുക. അതായത് k plus 1 into k plus 2 into k plus 6 എന്ന് പറയുന്നത് 3ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് എന്ന് നമുക്ക് കാണിക്കണം. ഇവിടെ k into k plus 1 into k plus 5 എന്ന് വരുവാണെങ്കിൽ അത് മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് എഴുതാം. അപ്പൊ ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് 3യുടെ മൾട്ടിപ്പിൾ ആണ് എന്ന് എഴുതാൻ പറ്റുന്ന ഫോമിൽ ഇതിനെ ഈ k plus 1നെ മാറ്റി എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതിന് ഇത് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്നൊന്നും ഇപ്പൊ എഴുതണ്ട. നമ്മൾ അവസാനം 3യുടെ മൾട്ടിപ്പിൾ ആണെന്ന് കാണിക്കുകയാണ്. അപ്പൊ ഈ ഒരു ടേമിൽ k plus 1 ഉള്ളതുകൊണ്ട് ഞാൻ k plus 1 into ഇത് വെച്ച് ഞാനൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. k into k plus 6 plus 2 into k plus 1 into k plus 6. ഈ k plus 2 വെച്ച് ഞാൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി k into k plus 1 into k plus 6 plus 2 into k plus 1 into k plus 6. ഓക്കെ. നമുക്ക് k into k plus 1 into k plus 5 വേണം. അപ്പൊ ഈ k plus 6നെ ഞാൻ k plus 5 plus 1 എന്ന് എഴുതാൻ പോവാണ്. k into k plus 1 into k plus 5 plus 1 plus 2 into k plus 1 into k plus 6. ഓക്കെ. അപ്പൊ ഇത് k into k plus 1 into ഈ ആദ്യത്തെ ടേം വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു k plus 5 plus ഈ 1 into k into k plus 1 plus 2 into k plus 1 into k plus 6. ഇത്രയും ഭാഗം ദിസ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. ഓക്കെ. പ്ലസ് ഇനി നമുക്ക് ഈ രണ്ട് ടേം ഉണ്ട്. ഈ രണ്ട് ടേം അതിനകത്ത് k plus 1 കോമൺ ആണ്. ഞാൻ തൽക്കാലം k plus 1 കോമൺ എടുത്തു. മിച്ചം ഇവിടെ k ഉണ്ട്. ഇവിടെ 2k plus 12 ഉണ്ട്. 2 into k plus 6 ആണ്. ഓക്കെ. So this is a multiple of 3 plus k plus 1 into 2k plus k എന്ന് പറഞ്ഞാൽ 3k. 3k plus 12. അതിൽ നിന്ന് ഒരു 3 പുറത്തെടുത്തു. k plus 4. See, this term is obviously a multiple of 3 ആണ്. ഈ ആദ്യത്തെ ടേം 3യുടെ മൾട്ടിപ്പിൾ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ രണ്ടാമത്തെ ടേം 3 into k plus 1 into k plus 4 ആണ്. അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ളതിന് സംശയമൊന്നുമില്ല.
അപ്പൊ രണ്ട് 3യുടെ മൾട്ടിപ്പിൾസിന്റെ സം എന്ന് പറയുന്നത് ഒരു 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. സോ യു ക്യാൻ റൈറ്റ് ദിസ് ആസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പൊ പി കെ എന്ന് പറഞ്ഞാൽ പി കെ പ്ലസ് 1 ഈസ് ട്രൂ. Therefore, Pn is true for all values of n. Okay, ഇത് പകുതി കോമൺ സെൻസ് ആണ്. ഈ കെ പ്ലസ് വണ്ണിന്റെ മാറ്റി എഴുതുക എന്നുള്ളത്. അതായത് ആദ്യം നമുക്ക് പി എൻ n ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു എൻ പ്ലസ് 5 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറഞ്ഞു തന്നു. നമ്മൾ പി വൺ എന്നിന് 1 എന്ന് കൊടുത്ത് ഇതിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. അത് 3യുടെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കി 12 ആണ് കിട്ടുന്നത്. ദാറ്റ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. സോ പി വൺ ട്രൂ ആണ്. പിന്നെ പി കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 5 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. ആ കാര്യം അത്രയും നമുക്കറിയാം. ഓക്കെ, ഇനി കെ പ്ലസ് 1 നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പൊ കെക്ക് പകരം കെ പ്ലസ് 1 കൊടുത്ത് ഈ സ്റ്റേറ്റ്മെന്റ് എഴുതി. രണ്ടാമത്തെ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ ഇതാണ്. കെ പ്ലസ് 1 ഇൻറ്റു ഇവിടെ കെ പ്ലസ് 1 പ്ലസ് 1 കൊടുക്കുമ്പോൾ കെ പ്ലസ് 2, കെ പ്ലസ് 1 പ്ലസ് 5 കൊടുക്കുമ്പോൾ കെ പ്ലസ് 6. ഇനി അതിനെ നമുക്ക് ആൻസർ അറിയാവുന്ന മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 5 എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ടേംസ് നമ്മളങ്ങ് ഉണ്ടാക്കി എടുക്കുവാണ്. പിന്നെ മിച്ചമുള്ളവരെ എല്ലാം കൂടെ എഴുതിയപ്പോൾ 3യുടെ മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞ് കിട്ടി. ഇത് പല പ്രാവശ്യം ഒന്ന് തന്നെ എഴുതി നോക്കിയാലേ കൃത്യമായിട്ട് കിട്ടുള്ളൂ. അതൊന്ന് എഴുതി പഠിക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിൽ നിന്ന് വരാവുന്ന മറ്റൊരു ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് 10 raised to 2n minus 1 plus 1 is divisible by 11. ഓക്കെ, ഈ പവർ വരുമ്പോ 10 raised to 2n minus 1 plus 1 is divisible by 11. is divisible by 11 എന്ന് പറഞ്ഞാൽ 11ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് ഈ ഒരു ടേം. നിങ്ങൾ P1 ആദ്യം നോക്കുക. 10 raised to 2n എന്ന് പറഞ്ഞാൽ 2 minus 1 plus 1. 2 minus 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ 10 plus 1 11 ആണ്. 11 is a multiple of 11 ആണ്. divisible by 11 എന്ന് പറഞ്ഞാൽ 11ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് ഈ കിട്ടുന്ന ആൻസർ. ഓക്കെ, അപ്പൊ P1 ട്രൂ ആണ്. P1 is true. Then assume PK is true. ഇതിന്റെ എല്ലാ സ്റ്റെപ്പ് സെയിം ആണ് കേട്ടോ. PK എന്ന് പറഞ്ഞാൽ എന്താണ്? 10 raised to 2k minus 1 plus 1 is divisible by 11. divisible by 11 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 11 എന്ന് എടുക്കാം വേണമെങ്കിൽ. 10 raised to 2k minus 1 plus 1 is a multiple of 11 ആണ്. Or you can say 10 raised to 2k minus 1 എന്ന് പറയുന്ന മൾട്ടിപ്പിൾ ഓഫ് 11 മൈനസ് 1 ആണെന്ന് എടുക്കാം. അതിന് വേണ്ടി വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ വെറുതെ ഒരു റിസൾട്ട് അവിടെ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് പി കെ പ്ലസ് 1 കൺസിഡർ ചെയ്യാണ്. കൺസിഡർ പി കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 10 raised to 2 into k plus 1 minus 1 plus 1. ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ 10 raised to 2k plus 2 minus 1 plus 1 ഇതാണ് ആക്ച്വൽ ടേം. അപ്പൊ 2k plus 1 ആണ്. 10 raised to ഞാനിപ്പോ ഇതിനെ 2k minus 1 plus 2 എന്നൊന്ന് എഴുതാണ്. ഇതിന്റെ ഓർഡർ ഒന്ന് മാറ്റി എഴുതി. plus 1 10 raised to 2k minus 1 plus 2 എന്ന് പറയുന്നതിന് എനിക്ക് 10 സ്ക്വയർ എന്ന് കൊടുക്കാം. plus 1. ഓക്കെ, a raised to m into a raised to n എന്ന് പറയുന്നതാണ് a raised to m plus n എന്ന് പറയുന്ന പോലെ ഇത് ഒരുമിച്ചെടുത്തു. ഈ 2നെ ഞാൻ 10 സ്ക്വയർ എന്ന് എഴുതി. 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണ്. 10 raised to
2k minus 1 plus 1. ഈ 10 raised to 2k minus 1 നമ്മൾ മൾട്ടിപ്പിൾ ഓഫ് 11 മൈനസ് 1 എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ട് ഒരു റിലേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് 100 ഇൻറ്റു മൾട്ടിപ്പിൾ ഓഫ് 11 മൈനസ് 1 പ്ലസ് 1 എന്ന് ഓർത്തിയാൽ. അപ്പൊ എന്തായി? 100 ഇൻറ്റു മൾട്ടിപ്പിൾ ഓഫ് 11, ഒബിയസ്ലി അത് മൾട്ടിപ്പിൾ ഓഫ് 11 ആയിരിക്കും. മൈനസ് 100 പ്ലസ് 1. So this is multiple of 11 minus 99. 99 is obviously a multiple of 11. അപ്പൊ ഈ whole thing is a multiple of 11 എന്ന് നമുക്ക് കൊടുക്കാം. അതായത് പി കെ പ്ലസ് 1 എന്ന് പറയുന്ന ഫോം നിങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ അതിനെ മൾട്ടിപ്പിൾ ഓഫ് 11 ആയിട്ട് എഴുതി, അല്ലെങ്കിൽ അത് ഡിവിസിബിൾ ബൈ 11 ആണ്. So you can say pk plus 1 is true. Therefore, pn is true for all values of n. Okay. അതുപോലെ വേറൊന്നും ചെയ്യാം. ഇതുപോലെ പവർ വരുന്നത് ഇതാണ് മൂന്നാമത്തെ ടൈപ്പ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഈ പവർ വരുന്നത്, അതായത് യു ഹാവ് ടു പ്രൂവ് ദാറ്റ് 41 raised to n minus 14 raised to n is a multiple of 27. ഓക്കെ, ഇതാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ P1 എടുത്തു, 41 raised to 1 എന്ന് എഴുതണമെന്നില്ലായിരിക്കുമല്ലോ, മൈനസ് 14 raised to 1 എന്ന് പറഞ്ഞാൽ 41 മൈനസ് 14 7 4 11 2 2 2 4 27. ഒബിയസ്ലി ദിസ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 27 ആണ്. അപ്പൊ P1 ഈസ് ട്രൂ. ഇനി അസ്യൂം Pk is true. That is, Pk എന്താണ്? 41 raised to k minus 14 raised to k is a multiple of 27. ഞാൻ വേർഡ്സിൽ എഴുതാതെ ഇങ്ങനെ അങ്ങ് എഴുതിയെന്നുള്ളൂ. ഇതൊരു 27ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, സോ അടുത്ത കൺസിഡർ Pk plus 1. അതെന്താണ്? 41 raised to k plus 1 മൈനസ് 14 raised to k plus 1 ഒരു 27ന്റെ മൾട്ടിപ്പിൾ ആണ് എന്ന് നമ്മൾ കാണിക്കണം. അത് അവിടെ കൊണ്ട് എഴുതി വെക്കരുത്. ഇപ്പോൾ നമ്മൾ യു ഹാവ് ടു പ്രൂവ് ദാറ്റ്. ഓക്കെ, അപ്പൊ ഇത് റീറൈറ്റ് ചെയ്ത് നമ്മൾ പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. സോ 41 raised to k plus 1 എന്ന് പറയുന്നതിന് എനിക്ക് 41 raised to k ഇൻറ്റു 41 raised to 1 എന്ന് കൊടുക്കാം, മൈനസ് 14 raised to k plus 1 തക്കാലം അവിടെ കിടക്കട്ടെ. ഇനി 41 raised to k എന്ന് പറയുന്നതിനെ ഇവിടെ 41 raised to k എന്ന് പറയുന്നത് 41 raised to k can be written as a multiple of 27 plus 14 raised to k എന്ന് എഴുതാം. അപ്പൊ ഞാനത് ഇവിടെ കൊടുക്കുകയാണ്. ഈ 41 raised to k ക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുന്നു? മൾട്ടിപ്പിൾ ഓഫ് 27 ഇൻ പ്ലസ് 14 raised to k ഇൻറ്റു ഈ 41 മൈനസ് 14 raised to k ഇൻറ്റു 14 എന്ന് ഞാൻ ഇതിനെ മാറ്റി എഴുതാണ്. ഓക്കെ, 14 raised to 1 ആണ്. സോ 41 ഇൻറ്റു മൾട്ടിപ്പിൾ ഓഫ് 27, ഒബിയസ്ലി മൾട്ടിപ്പിൾ ഓഫ് 27 ആയിരിക്കും, പ്ലസ് 41 ഇൻറ്റു 14 raised to k മൈനസ് 14 ഇൻറ്റു 14 raised to k. അപ്പൊ ഇത് മൾട്ടിപ്പിൾ ഓഫ് 27 ആണ്, പ്ലസ് ഇവിടെ 14 raised to k കോമൺ ആണ്, ഇൻറ്റു 41 മൈനസ് 14. 41 മൈനസ് 14 എന്ന് പറയുന്നത് 27 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 7 ഇൻറ്റു 14 raised to k ഇൻറ്റു 27. സോ ദിസ് ഇസ് മൾട്ടിപ്പിൾ ഓഫ് 27. കണ്ടോ, ഇത് വളരെ സിമ്പിൾ ആണ്. സോ പി കെ പ്ലസ് 1 എന്ന് പറയുന്ന ഫോമുല നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ അത് മൾട്ടിപ്പിൾ ഓഫ് 27 കിട്ടി. Therefore, pk plus 1 is true. So
Pn is true for all values of n. Okay. അപ്പോൾ ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുക, പ്രോബ്ലങ്ങൾ ചെയ്തു നോക്കുക, ടെക്സ്റ്റിലെ പ്രോബ്ലങ്ങൾ ചെയ്തു നോക്കുക. സംശയം ഉണ്ടെങ്കിൽ